ിൻ്റെ മോളുടെ കല്യാണത്തിന് പോയ ശ്രുതിക്ക് അവിടെ വെച്ച് ബീരാൻ എന്ന ജയരാജിനെ കാണാൻ ജയരാജ് പറയാണ് അശോകൻ അങ്കിളുടെ മോള് കല്യാണം കഴിക്കാൻ പോണ ചെറുക്കൻ്റെ അമ്മാവനാണ്, അതായത് അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മോനാണ് അശോകൻ അങ്കിളിൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകണമെന്ന് അറിയണം. അതറിഞ്ഞ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ബീരാൻ എന്ന ജയരാജ് കുറേ നേരം കിച്ചണിൽ നിൽക്കണു, അവിടെ നിൽക്കണു, ഇവിടെ നിൽക്കണു. പാവം മണ്ഡപത്തിൽ സദസ്സിൽ ചടങ്ങുകൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാതെ ഒളിച്ചും പാത്തും പതുങ്ങി നിൽക്കുകയാണ്. ലാസ്റ്റ് അദ്ദേഹം ശ്രുതിനെ വിളിച്ചിട്ട് പറയണം, എന്ത് വന്നാലും ശരി എനിക്ക് എൻ്റെ മരുമോൻ്റെ കല്യാണത്തിന് പങ്കെടുത്തേ പറ്റൂ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിൻ്റെ ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് പോകണമെന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയണം, ഒന്നും നടക്കില്ല, അശോകനങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബം പോലെയാണ്, അങ്ങനെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ചോദ്യം മറിച്ചിലൊക്കെ അവരെ പറയുമ്പോൾ എന്ത് വന്നാലും ശ്രുതി നിന്നെ സഹായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എൻ്റെ പെങ്ങളുടെ മോൻ്റെ കല്യാണം കൂടാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഇപ്പം തന്നെ ചടങ്ങുകൾക്കൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, മാറി നിൽക്കേണ്ടി വന്നു, ഞാൻ വിളിച്ചിട്ട് വന്ന ഒത്തിരി ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരോടൊന്നും സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഇതിലെനിക്ക് യാതൊരു വിധ വിട്ടുവീഴ്ചയില്ല, നീ എന്ത് വന്നാലും ശരി നിൻ്റെ ബന്ധുക്കളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കണം എന്ന് പറയണം. അപ്പോൾ ശ്രുതി പറയുമ്പോഴത്തേക്കും ജയരാജ് അത് കേൾക്കാതെ, ബീരാനിക്ക അത് കേൾക്കാതെ അവിടുന്ന് പോവാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കാണ്, ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇവരൊക്കെ പറഞ്ഞു വിടാൻ പെട്ടൂലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ശ്രുതി ഇങ്ങനെ പോകുമ്പോൾ ശ്രുതി അവിടെ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. ഭക്ഷണം ഒരു പ്രാവശ്യം കഴിച്ചു, ഒന്നും കൂടി കഴിച്ചാലോ, വിശന്നിട്ട് വയ്യ, നല്ല ഫുഡായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതിനെ അന്വേഷിച്ചെടുക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ വന്നിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരാൾ വന്ന് ഷേക്കിൻ്റെ കൊടുക്കണം, ഫുഡ് നന്നായിരുന്നു അല്ലേ പറയുമ്പോൾ, ആ നന്നായിരുന്നു, അടിപൊളിയാണ്, പായസമൊക്കെ ഏറ്റവും സൂപ്പറായി എന്നൊക്കെ പറയണം. എന്നിട്ട് ഇവർ പോയി കഴിയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കും, ഒന്നുകൂടി കഴിച്ചാലോ, വേണ്ട ആ സച്ചി എങ്ങാനും കണ്ട കളിയൊക്കെ സാരല്ലേ, അവർ കാണാതെ ഒരു പ്രാവശ്യം കൂടി കയറി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ശ്രുതി വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോണ സമയത്ത് പെട്ടെന്ന് ശ്രുതി വന്നിട്ട്, ശ്രുതി ഇതുവരെ പോയില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ട് ചോദിക്കുമ്പോൾ ശ്രുതിയോട് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കഴിച്ച ഉടനെ ഷോറൂമിലേക്ക് പോകണമെന്നോ, നീ എപ്പോൾ പറഞ്ഞു? അത് ശരി, അപ്പം ഞാൻ പറഞ്ഞത് ശ്രുതി മറന്നൂല്ലേ, ഷോറൂമിൽ നല്ല തിരക്കുണ്ട് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ശ്രുതി അങ്ങോട്ട് ചെല്ലണം എന്ന് പറഞ്ഞാൽ, അല്ല ശ്രുതി അതിന് ഞാൻ ഭക്ഷണം കഴിച്ചില്ലല്ലോ, ഭക്ഷണം കഴിച്ചില്ലാന്നോ, ഒരു പ്രാവശ്യം ശ്രുതി കഴിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ, അത് കഴിച്ചു, അത് ശരി, അതൊരു പ്രാവശ്യമല്ലേ, ഒരു പ്രാവശ്യം കൂടി കഴിക്കാനാകുമ്പോൾ ശ്രുതിക്ക് നാണല്ലേ, നമ്മൾ ഒരേ ഫംഗ്ഷൻ എത്ര തവണ ഫുഡ് കഴിക്കും, നാണക്കേട് ആരെങ്കിലും കണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പറയും ശ്രുതിയോട്, പോയേ പറ്റൂ ശ്രുതി എത്രയും പെട്ടെന്ന് ഷോറൂമിലേക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങനെ ഉന്തി തള്ളി ശ്രുതിനെ ഷോറൂമിലേക്ക് പറഞ്ഞു വിടാണ്. അങ്ങനെ ശ്രുതി പോയപ്പോൾ ശ്രുതി വിചാരിക്കും, ശ്രുതി പോയി, ഇനി എത്രയും പെട്ടെന്ന് അങ്കിളിനെ ആൻറ്റീനെയൊക്കെ പറഞ്ഞുകൊണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വർഷയും ശ്രീകാന്തും നവദമ്പതികൾക്ക് ആശംസകളൊക്കെ നേർന്നിട്ട്, അവർ ഹണിമൂൺ പോവാണല്ലോ, നവദമ്പതികൾക്ക് ആശംസകളൊക്കെ നേർന്നിട്ട് അവർ അച്ഛനോടും അമ്മോടും യാത്ര പറയുകയാണ്. അമ്മേ ഞങ്ങൾ ഇന്ന് ഹണിമൂൺ പോയിട്ട് വരാം, ടൂറ് പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ അശോകൻ അങ്കിൾ വന്നിട്ട് ചോദിക്കാൻ, അല്ല അപ്പം നിങ്ങൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് വരുന്നില്ലേ, അതൊക്കെ പിന്നെ മംഗളെ ഞങ്ങൾക്ക് അർജൻറ്റായിട്ടൊരു യാത്രയുണ്ട് പറയണം, എന്നാൽ ശരി നിങ്ങൾ പോയിട്ട് വാന്ന് പറയണം. അങ്ങനെ പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷയും ശ്രീകാന്തും അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ശ്രുതി വിചാരിക്കണം, അവരും പോയി രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. ഈ സമയത്ത് നമ്മുടെ ബീരാനിക്ക എന്നുള്ള ജയരാജ് ഇങ്ങനെ നടക്കുമ്പോൾ മറ്റേ കല്യാണച്ചക്കൻ്റെ അച്ഛൻ വന്നിട്ട്, അളിയൻ എവിടെ, അളിയൻ എന്തായി ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ട് അളിയ, കല്യാണത്തിന് വന്ന രണ്ടുപേര് സച്ചീനെ അടിക്കും, സച്ചീന എന്ന് പറയുന്നില്ല, പെണ്ണിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ് നിർത്തിയിട്ടൊന്നും അവർ സമ്മതിക്കില്ല, ഇതിപ്പോൾ ഫംഗ്ഷൻ കൊളാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്ന സമയത്ത് ഈ അടിക്കും പറഞ്ഞ രണ്ട് വ്യക്തികൾ അധികം നടന്നു വരുമ്പോൾ അവർ ജയരാജിനെ കാണുമ്പോൾ പറയണം, നീ നിങ്ങളോട് പറഞ്ഞില്ല എന്ന് വേണ്ട, ഞങ്ങൾ ഉറപ്പായിട്ട് അവനെ അടിച്ചിരിക്കും പറയണം. അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ, ഒരു കാരണവും ഇല്ലാണ്ടാണ് അവൻ ഞങ്ങളെ തല്ലിയത്, അതിന് തിരിച്ചു കൊടുത്തില്ല ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടുകാർ കൂടി അത് നാണക്കേടാണെന്നൊക്കെ പറയണം. ഇത് കേട്ട് വരുന്ന അശോകൻ പറയും, സംഭവം നിനക്ക് അടി കിട്ടി, സച്ചി നിന്നെ അടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ, കാരണം നീ അത്രയും തെണ്ടിത്തരല്ലേ പറഞ്ഞേ. അപ്പോൾ പയ്യൻ്റെ അച്ഛനും നമ്മുടെ ബീരാനിക്ക എന്ന് പറയുന്നത് ജയരാജ് അവിടെ നിൽക്കണ്ട, അവരോട് പറയും, ഇവരെന്താ പറഞ്ഞെന്നറിയോ, എൻ്റെ മോളെ പറ്റി ഇവർ അപവാദം പറഞ്ഞു, മാളു നിങ്ങളുടെ മോനായിട്ട് ഒരു ദിവസം കഴിഞ്ഞൊന്നും, അവൾക്ക് ഗർഭിണിയാണ്, അവൾക്ക് വയറ്റിൽ കുഞ്ഞുണ്ട്, അതുകൊണ്ടാണ് ഈ കല്യാണം നടത്തണമെന്നൊക്കെ അവർ പറഞ്ഞു, അതുകൊണ്ടാണ് സച്ചി അവൻ അടിച്ചത്, ഇവരെ അടിച്ചല്ലേ ചെയ്തുള്ളൂ, സച്ചി ഇവരെ കൊന്നില്ലല്ലോ, അതന്നെ ഇവരുടെ ഭാഗ്യം എന്നൊക്കെ പറയണ അശോകനങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ബീരാനിക്ക എന്ന് പറയുന്ന ജയരാജിന് ദേഷ്യം വരികയാണ്. അവരിങ്ങനെ പറഞ്ഞല്ലേ, ഇങ്ങോട്ട് വാടാ ഒരു കാര്യം പറയട്ടെ പറഞ്ഞിട്ട് അവരേനെ കൊണ്ടുപോയിട്ട് ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞില്ല, അത് പിന്നെ ഞങ്ങൾ പറയുമ്പോൾ ബീരാനിക്ക പറഞ്ഞിട്ട് പട്ടക്കം പൊട്ടുന്ന രീതിയിൽ അവൻ്റെ ചെവിടത്തൊന്ന് കൊടുക്കുകയാണ്. ഇപ്പം നിനക്ക് കിട്ടിയത് പോരെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, ഇല്ല എന്നാൽ വേഗം ഭക്ഷണം കഴിച്ചിട്ട് ഈ ഏരിയയിൽ നിന്ന് പോയി ഇനി നിങ്ങൾ ഈ ഏരിയയിൽ കണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വാണിംഗും കൊടുത്തിട്ട് ബീരാനിക്ക എന്നുള്ള ജയരാജ് അവരേനെ അവിടെ നിന്ന് പറഞ്ഞു വിടണം. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ കണ്ടിട്ട് പയ്യൻ്റെ അച്ഛനും അശോകനും കൂടിയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് എൻ്റെ അളിയനെ തെറ്റ് കണ്ട അളിയൻ ഒരിക്കലും അതിന് സമ്മതിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറയണം. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ മറ്റേ
രവീന്ദ്രനെയും ഭാര്യനെയും ചന്ദ്രമതിനെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കണം. അപ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ആളുകളോട് വർത്തമാനം പറയുന്നുണ്ട്. രവീന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി വന്നിട്ട് ചോദിക്കാം, അങ്കിളെ ആൻറ്റി ഇവിടെ നിൽക്കുകയാണ്, ആൻറ്റി പോകണ്ടേ ചോദിക്കാം. അപ്പോൾ എവിടേക്ക് ചോദിക്കുമ്പോൾ പറയും, അശോകൻ അങ്കിളിൻ്റെ ഭാര്യ അതിന് മുന്നേ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവർ വീട്ടിൽ പോവാണ്, ചക്കൻ വീട്ടിലേക്ക് പോകാനുള്ള കുറച്ച് ഒരുക്കങ്ങൾ നടത്തേണ്ട, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ചന്ദ്രമതിയോട്. അപ്പോൾ ശ്രുതി പറയണം, ആൻറ്റി അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോകണ്ടേ, അവരെ സഹായിക്കാൻ, നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ രവീന്ദ്രനെയും ചന്ദ്രമതിനെയും അത് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിൽ പോകണം, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ അശോകൻ അങ്കിൾ എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലല്ലോ, അപ്പോൾ രവീന്ദ്രൻ അങ്കിളല്ലേ അവിടെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ പറഞ്ഞ് മയക്കിയിട്ട് അവരെ മെല്ലെ അശോകൻ അങ്കിളിൻ്റെ വീട്ടിലേക്ക് വിടാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയണം ചന്ദ്രയോട്, കണ്ടില്ലേ ശ്രുതി മോൾക്ക് വയസ്സില്ലെങ്കിലും അവൾക്ക് നല്ല വിവരമുണ്ട്, ശരിയാ ചന്ദ്രൻ നമുക്ക് പോവാം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കും, അതൊക്കെ വേണോ ചോദിക്കുമ്പോൾ വേണം നമുക്ക് പോവാൻ പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രനും ചന്ദ്രയും അവരുടെ വീട്ടിലേക്ക് പോവാണ്. ഇത് കാണുമ്പോൾ ശ്രുതി പറയണം, ഹാവു സമാധാനമായി, അവരും പോയി, ഇനിയിപ്പോൾ സച്ചി രേവതി ഉണ്ട്, അവരെയും കൂടി പറഞ്ഞു വിടണം, എന്നാൽ പിന്നെ സമാധാനമായി എന്നിങ്ങനെ ചിന്തിക്കാനാണ് ശ്രുതി. പക്ഷെ ശ്രുതി കുറേ സ്ഥലത്ത് തരികയും സച്ചിനും രേവതിനെ ഒന്നും കാണില്ല. ഈ സമയത്ത് രേവതി ഒരു ചേച്ചിയോട് ഇന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, രേവതി ഡെക്കറേഷൻ നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി, എന്തായാലും ഞങ്ങളുടെ കുട്ടിയുടെ കല്യാണം ഉണ്ട്, അതിനും രേവതി തന്നെ സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്താൽ മതി പറയുമ്പോൾ അതിനെന്താ ചേച്ചി ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറയാണ്. ഈ സമയത്താണ് ശ്രുതി അവിടെ വരുന്നത്. രേവതി നീ ഇവിടെ വന്നിരിക്കുകയാണ്, ഒന്നും ഇങ്ങോട്ട് വന്നേ. അപ്പോൾ എന്താ ശ്രുതി ചോദിക്കുമ്പോൾ ഒരു കാര്യം പറയാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി രേവതിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകണം. അപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഇട്ടോ ഒപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ നിന്ന് പോയിട്ട് ആളോ ഇങ്ങനെ സ്ഥലത്ത് ചെല്ലുമ്പോൾ രേവതിയോട് പറയും, രേവതി നീ അറിഞ്ഞില്ലേ, ആ ഗുണ്ടകൾ സച്ചിനെ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത്, അതിനെന്താ എന്നാൽ അവർ അടിക്കാൻ പറ്റും, എന്നാൽ സച്ചിയുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടി തന്നെ എന്ന് പറയണം. രേവതി എന്തിനാ വെറുതെ അടി മേടിക്കാൻ നിൽക്കണം, നീ ഒരു കാര്യം ചെയ്യും, സച്ചിനും കൂട്ടിയിട്ട് വീട്ടിൽ പോ പറയണം. ഞാനെന്തിനാ സച്ചിനെ കൂട്ടി വീട്ടിൽ പോകണേ, പ്രത്യേകിച്ചും അശോകൻ അങ്കിളിൻ്റെ മോളുടെ കല്യാണമുള്ള ഈ സമയത്ത്, അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ സച്ചേട്ടനെ അടിക്കണം നിർബന്ധമാണെങ്കിൽ അവർ വന്ന് അടിച്ച് സച്ചേട്ടൻ്റെ തല്ലും മേടിച്ച് പൊക്കോട്ടെ, തെണ്ടിത്തരം ചെയ്തിട്ടല്ലേ അവർക്ക് അടി കിട്ടിയതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയും, രേവതി നീ എന്താ അങ്ങനെയൊക്കെ പറയണേ, പിന്നല്ലാണ്ട് അവർക്ക് ചേട്ടൻ്റെ അടുത്ത് അടി കിട്ടാൻ യോഗം ഉണ്ടാവും, അവരത് മേടിച്ചിട്ട് പൊക്കോട്ടെ എന്ന് പറയണം. പക്ഷെ എന്തൊക്കെ ശ്രുതി പറഞ്ഞിട്ടും രേവതി പോവാണ കാര്യം സമ്മതിക്കണില്ല. അപ്പോൾ ലാസ്റ്റ് ശ്രുതി പറയണം, നടവൊന്ന് മാറ്റാന്ന് വിചാരിച്ചിട്ട് രേവതി, സംഭവം ശരിയാണ്, എനിക്കറിയാം, അവരടിച്ചു കഴിഞ്ഞാൽ സച്ചി തിരിച്ചടിക്കുക, അത് ഗംഭീര വഴക്കാവും എന്നൊക്കെ എനിക്കറിയാം, സച്ചി തന്നെ ജയിക്കുള്ളൂ എന്ന് എനിക്കറിയാം, പക്ഷേ ഇതൊരു ഫംഗ്ഷൻ നടക്കല്ലേ, അശോകൻ അങ്കിളും ഭാര്യയൊക്കെ പറഞ്ഞല്ലോ, ആൻറ്റിയൊക്കെ പറഞ്ഞല്ലോ, രേവതി സച്ചിൻ കാരനാണ് ഈ കല്യാണം നടന്നതെന്ന് പറഞ്ഞല്ലോ, ആ സ്ഥാനത്ത് സച്ചി ഈ കല്യാണം അലങ്കോലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സച്ചിയോട് സ്നേഹം ഉണ്ടാവുമോ, ഈ പറഞ്ഞ അശോകൻ അങ്കിൾ പോലും സച്ചിനെ തള്ളി പറയില്ലേ, നീ എന്താ അത് ചിന്തിക്കാത്ത രേവതി എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതി ഒരു മുഴം നീളത്തിൽ കയറെറിഞ്ഞു വിടണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ വിചാരിക്കണം, ശരിയാണല്ലോ, നീ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ, അതെ ഈ ഫംഗ്ഷൻ നമ്മളായിട്ട് അലങ്കോലാക്കണം, എത്ര പേര് പങ്കെടുക്കണ ഫംഗ്ഷനാ, അവരുടെ മോളുടെ കല്യാണമല്ലേ, അത് അലങ്കോലമായി കഴിഞ്ഞാൽ അതിൻ്റെ മോശം അവർക്കല്ലേ, രേവതി നീ അതെന്താ ചിന്തിക്കാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ശ്രുതി രേവതിനെ ബ്രെയിൻ വാഷ് ചെയ്യണം. അപ്പോൾ ശരി എന്നാൽ പോവാം എന്നുള്ള പ്ലാനിങ്ങിലെത്താണ് രേവതി. ഞാൻ സച്ചേട്ടനൊന്ന് പോയി നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ രേവതിനെയും പറഞ്ഞു വിട്ടിട്ട് ശ്രുതി അവളും കൂടി സച്ചിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ സമാധാനമായിരുന്നു എന്നൊക്കെ പറയണം. അപ്പോൾ ഈ സമയത്ത് സച്ചി ഒരു കല്യാണത്തിന് വന്നിട്ടുള്ള ഒരു ദമ്പതികളോട് സംസാരിക്കാൻ അവർ എന്തോ ഒരു ഓട്ടം പറഞ്ഞിട്ട് 24-ാം തീയതി പറഞ്ഞിട്ട് 24-ാം തീയതി ഞാൻ അങ്ങോട്ട് വരും, അപ്പോൾ നിങ്ങളവിടെ പുറപ്പെട്ടിരുന്നാൽ മതി, ഒരു പേടിയും പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് രേവതി വന്നിട്ട് സച്ചേട്ടാ ഒന്ന് വന്നേ പറഞ്ഞിട്ട് സച്ചിനെ വിളിക്കണം. അപ്പോൾ സച്ചി ആ സമയത്ത് മഹേഷിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തേക്കാണ്. മഹേഷിനോട് ഫോണിൽ സംസാരിക്കുമ്പോഴാണ് രേവതി വന്നിട്ട് സച്ചേട്ടാ ഒന്ന് വന്നേന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ സച്ചേട്ടാ ഗുണ്ടകൾ അടിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. ഉണ്ടോ, എന്നാൽ അവന്മാരും ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് വീട്ടിൽ പോകാൻ സച്ചേട്ട പറയാം, വീട്ടിൽ പോകാൻ അവരെ പേടിച്ചിട്ട് ഞാനൊന്നും പോയില്ല, എന്നാൽ അശോകൻ അങ്കിളിൻ്റെ മോളുടെ കല്യാണം നമ്മളിവിടുന്ന് മാറി നിന്നാൽ ശരിയാവില്ല ഒക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് കൂട്ടാക്കുന്നില്ല. പക്ഷെ രേവതി പറയുന്നുണ്ട് എന്താന്ന് ഫംഗ്ഷനിൽ അടി ഉണ്ടായി അത് അശോകൻ അങ്കിളിന് തന്നെയാണ് നാണക്കേട് എന്നൊക്കെ സച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാണ് രേവതി. അങ്ങനെ എല്ലാവരും ഒഴിവാക്കിയിട്ട് ശ്രുതിക്ക് ബീരാന് സമാധാനമായിട്ട് കല്യാണം കൂട്ടാനുള്ള ഒരുക്കത്തിലേക്കാണ് ശ്രുതി നടക്കുന്നത്. കാരണം ബീരാൻ അത്രയും അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അവരൊക്കെ പറഞ്ഞു വിട്ടേ പറ്റൂ എന്നുള്ള ബീരാൻ്റെ ആ ഭീഷണിക്ക് മുമ്പിൽ ശ്രുതി ഇങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഓരോരുത്തരായിട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്മനീർപ്പൂല് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ ഇതുവരെ കഥ കേട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂട്ടുകാരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് you.